കിടപ്പ് രോഗികൾക്കും മാനസിക വെല്ലുവിളി നേരിടുന്നവർക്കുമായി സർക്കാർ തുടങ്ങിയ ആശ്വാസ കിരണം പദ്ധതി നിലച്ചിട്ട് മാസങ്ങളായിരിക്കുന്നു. ഫണ്ടില്ല എന്ന കാരണം പറഞ്ഞിട്ടാണ് സാമൂഹ്യനീതി വകുപ്പ് ധനസഹായം നിർത്തിവച്ചിരിക്കുന്നത്. ലക്ഷക്കണക്കിന് പേരാണ് ഇതുമൂലം കടുത്ത പ്രതിസന്ധിയിലായിരിക്കുന്നത്. ആശ്വാസ കിരണത്തിനും ആശ്വാസമില്ല. ഇത്തരത്തിലുള്ള ഭിന്നശേഷിക്കാർക്ക് കൂട്ടിയിരിക്കുന്ന ആളുകൾക്ക് യാതൊരുവിധ ജോലിക്കോ മറ്റു കാര്യങ്ങൾക്കോ ഒന്നും പോകാൻ വയ്യ. അവരെ നോക്കിയിട്ട് അവരുടെ കൂടെ വീടകങ്ങളിൽ ഇവരും കൂട്ടിരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് സർക്കാർ തരുന്ന ആ ആനുകൂല്യം വളരെ വിലപ്പെട്ടതാണ്. പക്ഷേ അതോടൊപ്പം തന്നെ അത് കൃത്യമായിട്ട് കിട്ടുന്നില്ല എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ച് അല്ലെങ്കിൽ അത്തരക്കാരെ സംബന്ധിച്ച് അത് വളരെ ഖേദകരമാണ്. തീർച്ചയായിട്ടും സർക്കാരിൻ്റെ ശ്രദ്ധ ഇതിലേക്ക് വരണം. കാരണം ഇത് കാത്തു കിടക്കുന്ന ഒരുപാട് പേരുണ്ട്. നമ്മളെ സംബന്ധിച്ച് 600 രൂപ എന്നുള്ളതല്ല, നമ്മൾക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ അത് കാത്തു കിടക്കുന്ന ആളുകളിലേക്ക് കൃത്യമായിട്ട് അത് എത്തിക്കുക എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. മുബഷീർ പി അക്ബർ മലപ്പുറത്ത് നിന്ന്. മുബഷീർ, ഇപ്പോൾ ആശ്വാസകിരണം ഒട്ടും ആശ്വാസമാകുന്നില്ല ആ പദ്ധതി എന്നുള്ളതിൻ്റെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മലപ്പുറത്തെ കാഴ്ചകൾ എങ്ങനെയാണ് മുബഷീർ? സ്മൃതി, ഇവിടെ നമ്മൾ സംസ്ഥാനത്തുടനീളം പലതരത്തിലുള്ള പെൻഷനുകൾ മുടങ്ങിക്കിടക്കുന്ന വിഷയം ലൈവത്തോണായി ചർച്ച ചെയ്യുമ്പോൾ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും അധികം കണക്കുകളിൽ ഭിന്നശേഷിക്കാർക്ക് വേണ്ടി കൂട്ടിരിപ്പുകാർ വീടുകളിലുള്ള മലപ്പുറം ജില്ലയിലെ അവരുടെ അവസ്ഥ പരിശോധിക്കുകയുണ്ടായി. ആ ഒരു സാഹചര്യത്തിൽ ഭിന്നശേഷിക്കാർക്ക് കഴിഞ്ഞ മാസങ്ങളിലൊക്കെ തന്നെ ലഭിക്കാതിരുന്ന കുടിശ്ശിക ഇപ്പോൾ ചെറിയ രീതിയിൽ ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. എന്നാൽ അവരോടൊപ്പം ലഭിച്ചിരുന്ന ആശ്വാസ കിരണം പദ്ധതി 600 രൂപയാണ് മാസത്തിൽ രോഗികളായിട്ടുള്ള ആളുകൾക്ക് വേണ്ടി കൂട്ടിരിപ്പുകാർക്കും അതുപോലെ തന്നെ മറ്റു രോഗം മൂലം കിടപ്പിലായവർക്കും മറ്റു മാനസിക പ്രശ്നങ്ങളുള്ളവർക്കും സർക്കാർ നൽകിയിരുന്നു. 2010 ആരംഭിച്ച പദ്ധതി 2 വർഷമായിട്ട് മുടങ്ങിക്കിടക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഇത്തരം വീടുകളിലെ കുടുംബങ്ങളുമായി സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് കേവലം 600 രൂപയാണ്, തുച്ഛമായ തുകയാണ്. പക്ഷേ അത് ലഭിക്കുന്ന ആളുകളെ സംബന്ധിച്ച് വലിയ ആശ്രയമായിരുന്നു എന്നുള്ളതാണ്. കാരണം മാസം 600 രൂപ ലഭിക്കുമ്പോൾ അതുവഴി അവർ വാങ്ങുന്ന മരുന്നുകൾ, മറ്റു ചിലവുകളൊക്കെ തന്നെ അവർക്ക് കൃത്യമായിട്ടും സമാഹരിക്കാൻ സാധിച്ചിരുന്നു. 2 വർഷമായിട്ട് ആ ഒരു തുക ലഭിക്കാതായതോടെ വലിയ പ്രതിസന്ധി ഈ ഒരു മേഖലയിലുള്ള ആളുകൾ നേരിടുന്നുണ്ട് എന്നുള്ളതാണ് കുടുംബങ്ങളോട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നേരത്തെ ഭിന്നശേഷി കൂട്ടായ്മയിലെ ഒരു സ്ഥിരം സാന്നിധ്യമായ അവർക്കൊക്കെ തന്നെ വേണ്ടി പ്രവർത്തിക്കുന്ന മമ്പുറത്തുള്ള ബഷീർ മമ്പുറം എന്ന് പറയുന്ന വ്യക്തിയോട് നമ്മൾ സംസാരിക്കുകയുണ്ടായി. അദ്ദേഹം ഇത്തരം സംഘടനയുടെ പ്രതിനിധി കൂടിയാണ്. അദ്ദേഹം കൃത്യമായിട്ടും ഒരു കണക്ക് നമ്മളോട് വ്യക്തമാക്കുന്നുണ്ട്. 1 ലക്ഷത്തിന് മുകളിൽ ആളുകൾ, കുടുംബങ്ങൾ തന്നെ ഈ വിധത്തിൽ ഈ ഒരു തുകയെ ആശ്രയിച്ചുകൊണ്ടായിരുന്നു മുന്നോട്ട് പോയിരുന്നത്. അതിൽ തന്നെ ഏറ്റവും അധികം വരുന്നത് മലപ്പുറം ജില്ലയിലാണ്. ഈ മലപ്പുറം ജില്ലയിലെ കുടുംബങ്ങളെ സംബന്ധിച്ച് ഒരു തുക ലഭിക്കാത്തത് മൂലം അവർ അതിനനുസരിച്ച് മാറ്റിവെച്ചിരുന്ന മരുന്നുകൾ, ആ ഒരു തുകയ്ക്കനുസരിച്ച് വാങ്ങിയിരുന്ന മറ്റു വസ്തുക്കൾ, രോഗവുമായി ബന്ധപ്പെട്ട മറ്റു മരുന്ന് വസ്തുക്കളൊക്കെ തന്നെ മുടങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. തീർത്തും സാധാരണക്കാരായ അല്ലെങ്കിൽ അതിനും താഴെ വരുന്ന മനുഷ്യരായിരുന്നു ഈ ഒരു സംവിധാനത്തെ, ഈ ഒരു പദ്ധതിയെ ആശ്രയിച്ചിരുന്നത്. അത് പൂർണ്ണമായും നിലച്ചൊരു സാഹചര്യമാണ് നിലവിലുള്ളത് എന്നുള്ളതാണ്. സാമൂഹ്യനീതി വകുപ്പിൽ നമ്മൾ അന്വേഷിക്കുന്ന സാഹചര്യത്തിൽ അവർ പറയുന്നത് ആ സാമ്പത്തിക പ്രതിസന്ധിയാണ് കാരണം എന്നുള്ളത് തന്നെയാണ്. കാരണം ഒരു വിഭാഗമായി ഭിന്നശേഷി വിഭാഗത്തിലെ ആളുകൾക്ക് സാമൂഹ്യനീതി വകുപ്പ് പെൻഷൻ നൽകുന്നുണ്ട്. അവരോടൊപ്പം തന്നെ ആശ്വാസ കിരണം പദ്ധതിക്ക് വേണ്ട തുക മാറ്റിവെക്കാൻ സർക്കാരിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ് സർക്കാർ വൃത്തങ്ങൾ നമ്മൾ അന്വേഷിക്കുമ്പോൾ അനൗദ്യോഗികമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏകദേശം 65 കോടിയിലധികം രൂപ തന്നെ ഈ ഒരു ഇനത്തിൽ കുടിശ്ശികയായി നിലവിലുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ അടിയന്തരമായിട്ടും സർക്കാരിൻ്റെ ഇടപെടൽ വേണമെന്നുള്ളതാണ് കുടുംബങ്ങളുടെ ആവശ്യം. വിശേഷിച്ചും ഈ മേഖലയിൽ വലിയ പ്രതിസന്ധി നേരിടുന്ന ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകൾ, വീടുകളിലുള്ള കിടപ്പ് രോഗികളായിട്ടുള്ള ആളുകൾ, വീടുകളിലുള്ള ഉമ്മമാരും ഉപ്പമാരൊക്കെ തന്നെ നമ്മളോട് പറയുന്നത് അത് തന്നെയാണ്. സ്മൃതി, മലപ്പുറത്ത് നിന്നും. ശരി, മലപ്പുറത്തെ കാഴ്ചകളാണ് മുബഷീർ പി അക്ബർ കാണിച്ചത്. ഇനി